ഗൈസ് നമുക്ക് അമ്പലം കാണാൻ പോകാം. അമ്പലം കാരണം നല്ല അമ്പലം ഉണ്ടേ, കാണിച്ചു തരാവേ. ഇത് വേറൊരു കടവാട്ടോ. കാണിക്കുന്നപ്പോ മലിക്കമ്മലണിയും പൊന്നു കനാലിറങ്ങി നിൽപ്പുണ്ട് ഗൈസ്. പൊന്നു കനാലിറങ്ങി നിൽപ്പുണ്ട്. ഇപ്പൊ പറിക്കണ്ട, വീട്ടിൽ പോകുമ്പോ പറിച്ചോണ്ട് പോവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അമ്പലക്കുളത്തിന് അതിടാം. ആ ചെറുതാണോ? ആ ഞാൻ വലുതാണോ ഓർത്തെ. പൂവുണ്ടോ? നമ്മൾ അടപടലം ചമ്മിയിരിക്കുന്നു ഗൈസ്. ഇവിടെ ഈ കടവിൽ നേരത്തെ ഒത്തിരി ആമ്പലം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓർത്തു ആമ്പലിൻ്റെ പൂ കാണിക്കാനാ പൊന്നു വിളിക്കുന്നേന്ന്. എവിടെയാടാ ആമ്പല്? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പറയണ്ട പറയണ്ട. ഏതാ? ആ അതെ ശരിയാ. അത് വലിയ പൂവാന്ന്. ഇത് കണ്ടോ ഗൈസ്, ആമ്പല് ചെറുതാട്ടോ, വലുതായി വരുന്നേ ഉള്ളൂ. പൊന്നൂൻ്റെ വാക്കും കേട്ട് വന്നതാ ഗൈസ്. നമ്മൾ ചമ്മിപ്പോയി. ഇഷ്ടംപോലെ ആമ്പലും താമരയൊക്കെ, താമരയല്ല ആമ്പലം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അവിടെ ഒരു കുളമുണ്ട്, കാടൊക്കെ മുങ്ങിക്കിടക്കുന്നു. അതിൻ്റെ അകത്ത് ആമ്പലാണോന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കയറി പോവുകയാണ് വീട്ടിലോട്ട്. വെള്ളം കലങ്ങിലേ കണ്ടോ വയസ്സ്, വെള്ളം കലങ്ങി. ആ ചെളിയിൽ നട്ടു വെക്കണം. ആ ചെളിയിൽ നട്ടു വെക്കണം. പിന്നെ ഇത് കനാലിൽ നടാൻ പോവുകയാണ്. നട്ടു വയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ പോകും അത്. അടുത്ത പ്രാവശ്യം ഒരു പൂവുണ്ടായി നിൽക്കണം കാണാൻ പറ്റും. വെള്ളം കുറവാ ഗൈസ്, വെള്ളം നട്ടോ. പിടിച്ചോളും, ചേറി നിൽക്കുന്നോണ്ട് പിടിച്ചോളും. വാ പൊന്നു തന്നെ വലിയ കാര്യത്തിന് ആമ്പലുണ്ട് താമര ഉണ്ടെന്നും പറഞ്ഞ് കാണിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ നേരത്തെ വലിയ ആമ്പലം ഉണ്ടായിരുന്നു. അപ്പം ഞാനോർത്തുണ്ടെന്ന്. ഇവിടെ വന്നപ്പോൾ ഇതാണെന്ന് അറിയത്തില്ലായിരുന്നു, അന്ന് വരില്ലായിരുന്നു.